അപ്പോൾ രാവിലെ തന്നെ മുടിയൊക്കെ കിട്ടി. ഞാൻ വേഗം അടുക്കളയ്ക്ക് ഓടി കേട്ടോ. 12 മണിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരാമെന്നാണ് എൻ്റെ കെട്ടിയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. ഫസ്റ്റ് ഞാൻ പരിപ്പ് ഉണ്ടാക്കാമെന്നും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ എനിക്ക് വന്നു. വേഗം തന്നെ പരിപ്പൊക്കെ സെറ്റ് ചെയ്തു. ഇവിടുത്തെ പരിപ്പിന് എത്ര അടി അടിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 2-3 അടി അടിച്ച് എന്തുണ്ടാവും എന്നാണ് വിചാരിച്ചത്. അതിനുശേഷം വേഗം പുറത്തേക്ക് ഓടി. ചേട്ടൻ പറഞ്ഞേക്കാളും ഈ ഡ്രസ്സൊക്കെ എടുക്കണ്ടോ, ആൾ രാവിലെ നേരത്തെ ഇട്ടിട്ട് പോയതായിരിക്കും ഇത്. ഞാൻ പറഞ്ഞേക്കാളും ഇതൊക്കെ എടുത്ത് മടക്കി വയ്ക്കണം എന്നാണ് ഓർഡർ. അപ്പോൾ അതൊക്കെ വേഗം മടക്കി വെച്ചു. അല്ലെങ്കിൽ ഇത് പുറത്ത് കിടന്ന് പൊടിയടിക്കും കേട്ടോ, റോഡ് പണി നടക്കണുണ്ട്. ചേട്ടൻ വന്നാൽ പിന്നെ എനിക്ക് വലിയ പണിയൊന്നുമില്ല. ആൾ ഫുഡൊക്കെ കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ എല്ലാം ആളെ തന്നെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഫുഡ് കഴിച്ച് ഞങ്ങൾ അടുത്ത പണി പാത്രം കഴുകലാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കിയോണ്ടും കുറേ നേരം അടുക്കളയിൽ പോയോണ്ടും തുമ്മി ഞാൻ ഒരു വിധായി. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചോളാം കേട്ടോ. പിന്നെ പരിപ്പ് ഞാൻ വിചാരിച്ച പോലെ 2-3 അടി അടിച്ചാൽ ഇത്രയും നന്നായി വേവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും അടി അടിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പാത്രമൊക്കെ ചേട്ടൻ തന്നെ കഴുകി വെച്ചു കേട്ടോ. ചേട്ടൻ കഴുകി വയ്ക്കുന്നതോടെ ഞാൻ വേഗം ഒരു ഉറക്കം സെറ്റാക്കാൻ വേണ്ടി വേഗം ബെഡിൽ കയറി കിടന്നേ. അപ്പോൾ ഗുഡ് നൈറ്റ്.